മുന്നിൽ സംവദിക്കുന്ന തൗഹീദാണത്. അഥവാ ലാ അഹദുൻ യസ്തതീഉ അൻ യഫഅൽ ഖൈറ വത്തഅത ഇല്ലാ ബിഅവനില്ലാഹ്. എല്ലാ ഖൈറും എല്ലാ തഅത്തും അതിനൊക്കെ കഴിവ് നൽകുന്നവൻ നീയാണ് പടച്ചവനെ. വഅന്നഹു ലാ യസ്തതീഉ അഹദുൻ അൻ യഅതസിമ മിനശ് ശർരി ഇല്ലാ ബിഹിഫ്ളില്ലാഹ്. എല്ലാ ഖൈറും നൽകുന്നവൻ, എല്ലാ ശർറിൽ നിന്നും മോചനം നൽകുന്നവൻ, എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ നീയാണ് എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ സമ്മതിക്കുന്ന തൗഹീദ് വളരെ പ്രതിഫലിച്ച് കാണുന്ന ഒരു വാചകമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന ദിക്ർ. ഇതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ദിക്റിന്റെ സദസ്സുകളിലൊക്കെ പലപ്പോഴും നാം ചെല്ലാറുള്ള ഒരു വാചകം കൂടിയാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട സുദീർഘമായ ഒരു ഹദീസിൽ കാണാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖീതു ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ ഉസ്രിയ ബി, മിഅ്റാജിന്റെ രാത്രിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബൈത്തുൽ മഅമൂറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ഓരോ ആകാശവും മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാപ്രയാണം നടത്തിയ ആ സന്ദർഭത്തിൽ ഏഴാം ആകാശത്ത് വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടത്. ബൈത്തുൽ മഅമൂറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടത് എന്നും ചരിത്രത്തിൽ സഹിയായ ഹദീസുകളിൽ കാണാൻ കഴിയും. ഓരോ പ്രവാചകന്മാരെയും കണ്ടു. മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടു, ഈസ നബി അലൈഹിസ്സലാമിനെ കണ്ടു. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിനന്ദിച്ചു, നബിനെ അനുമോദിച്ചു, നബിക്ക് മംഗളം നേർന്നു. ആ കൂട്ടത്തിൽ അവസാനമായി ഏഴാം ആകാശത്തിൽ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂറിന്റെ സമീപത്താണുള്ളത്. അതിന് തന്നെ ഒരു കാരണമുണ്ട്. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് ദിനം പ്രതി 70,000 മലക്കുകൾ തവാഫ് ചെയ്യുന്ന ആകാശത്തിലെ മലക്കുകളുടെ കഅബയാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. ഒരു ദിവസം 70,000 മലക്കുകളാണ് ബൈത്തുൽ മഅമൂർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്ന മലക്കുകൾ നാളെ വരുന്നില്ല എന്ന ചരിത്രത്തിൽ ഹദീസുകളിൽ ഇന്ന് വന്ന ആളുകൾ മലക്കുകളല്ല നാളെ വരുന്നത്. അപ്പൊ എത്ര മലക്കുകളുടെ എണ്ണം! ആ ബൈത്തുൽ മഅമൂറിന്റെ തൊട്ട് താഴെയാണ് ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശം പണികഴിപ്പിച്ച വിശുദ്ധ കഅബാലയം നിലകൊള്ളുന്നത്. ആ ബൈത്തുൽ മഅമൂറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിലേക്ക് സമ്മാനമായി നൽകിയ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. ലഖീതു ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ ഉസ്രിയ ബി.